ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു H&H ഫുഡ് സ്റ്റോറീസ്. ആദ്യം തന്നെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ന്യൂ ഇയർ ആശംസകൾ. ഈ പുതിയ വർഷം നിങ്ങൾക്ക് എല്ലാവർക്കും ആരോഗ്യവും സന്തോഷവും വിജയവും കൊണ്ടുവരട്ടെ. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ ഈസി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ഇനി ഇതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ആദ്യം ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂണോളം ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ്, ക്യാബേജ്, സവാള, ക്യാപ്സിക്കം, ഒരു തക്കാളി ഇത് നമുക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേറെ വെജിറ്റബിൾസും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അടച്ചു വെച്ച് ഒരു 1-2 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ വരെ കുരുമുളക് പൊടിയോ അല്ലെങ്കിൽ ചില്ലി ഫ്ലേക്സോ ചേർത്ത് കൊടുക്കാം. ഒന്നും കൂടി അടച്ചു വെച്ച് 2 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇത്രയും മതി, ഒരുപാട് വേവിക്കേണ്ട ആവശ്യമില്ല. ഇനി ഒരു ബൗളിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മുട്ട ഒരു ഫോർക്കോ വിസ്കോ യൂസ് ചെയ്ത് നന്നായി അടിച്ചെടുക്കാം. വേവിച്ച് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസും കൂടി ഈ മുട്ടയുമായി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തുകൂടി കൊടുക്കാം. ബട്ടർ ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുത്താൽ നല്ലതായിരിക്കും. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് നിരത്തി വെച്ചതിന് ശേഷം അടച്ചു വെച്ച് ലോ ഫ്ലെയിമിലിട്ട് ഒരു 2-3 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു സൈഡ് പാകത്തിന് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഒരു പ്ലേറ്റ് എടുത്ത് അടച്ചു വെച്ചുകൊണ്ട് തിരിച്ചിടാം. തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ആദ്യം ചെയ്തതുപോലെ തന്നെ അടച്ചു വെച്ച് ഒരു 1-2 മിനിറ്റ് വേവിച്ചതിന് ശേഷം ഒരു പ്ലേറ്റ് വെച്ച് മറുവശം നമുക്ക് വെന്ത് കഴിയുമ്പോൾ തിരിച്ചിടാം. വളരെ ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസിൽ ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക്സ് എ ലോട്ട് ഫോർ വാച്ചിങ്. സീ യു സൂൺ ഇൻ ദി നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.